ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ലുലു മാളിൽ വന്നതാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ മാളിന് പുറത്തുനിന്ന് എടുത്ത വീഡിയോ ആണ്. ഞങ്ങളൊരു 4:30 ആയപ്പോൾ എത്തിയിട്ടോ. ഇനി നമുക്ക് മാളിനകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മാളിനകത്ത് നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് സൺഡേ അല്ലെങ്കിലും നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ മിക്കപ്പോഴും വരുന്നൊരു മാളാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് എനിക്കൊന്നൊരു 4 വർഷമായെന്ന് തോന്നുന്നു. 2021 ഇത് ഓപ്പൺ ആയത്. അതിനുശേഷം മിക്കപ്പോഴും വരും. ഇത് മാളിനകത്തുള്ള വ്യൂ ആണ് കേട്ടോ. സൈഡിൽ ഇതുപോലെ സ്റ്റാള് പോലെ കെട്ടിയിട്ട് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. നമുക്ക് കിച്ചണിലൊക്കെ കടല ചെറുപയറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന ഗ്ലാസിൻ്റെ കണ്ടെയ്നർ പല സൈസിലുള്ളതുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചെറിയ സൈസിലുള്ളതുകൊണ്ട് വലിയ സൈസിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രോക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ജാറ്, ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പാക്കറ്റിലാക്കിയിട്ട് ഇതിനും നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഇന്നവിടെ. പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറി. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും പേസ്റ്റ്, സോപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പോൾ രക്ഷാബന്ധം വരാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ കുറേ രാഖികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം വെറൈറ്റി ആണെന്നറിയാമോ? അതൊക്കെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. നല്ല നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ മുത്തുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് രാഖികൾ. ഇപ്പോൾ രക്ഷാബന്ധം വരാൻ പോവല്ലേ അതിൻ്റെ. പിന്നെ ചോക്കോസിലൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയേയില്ല കേട്ടോ. ചോക്കോസിലും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേ സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. ഈ മാസം നോക്കാനേ പറ്റില്ല. ഇനി ഈ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വരവ് വരേണ്ടി വരും ഇങ്ങോട്ട്. ഇത് സ്വീറ്റ്സിൻ്റെ മാത്രം ഏരിയ ആണ് കേട്ടോ. ഇന്ന് സ്പെഷ്യല് കോഴിക്കോടൻ ഹൽവയാണ്. പല കളറുള്ള കുറേ ഹൽവ ഉണ്ടായിരുന്നു. ഈ സ്വീറ്റിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ബ്രെഡും ക്രീമൊക്കെ ചേർത്തിട്ട് ഭയങ്കര മധുരമായിരുന്നു ഇതിന്. പിന്നെ പല കളറുള്ള പല ടൈപ്പ് ഹൽവ ഇതുപോലെ മിക്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫുഡ് കോർട്ടിൽ പോയിരുന്നു. ഇവിടെ സീറ്റ് കിട്ടാൻ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു സ്നാക്സും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഷോപ്പിംഗ് ബാക്കിയുണ്ട്. ഈ മാളിനുള്ളിൽ ഇങ്ങനെ ഈ തിരക്കിനിടയിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണല്ലേ. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ കടയിലൊക്കെ ഒന്ന് കയറി നോക്കാം. പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ മാസം ആദ്യമൊക്കെ ആയതുകൊണ്ട് നിറയെ പുതിയ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ ഒക്കെ. പിന്നെ ഇങ്ങനെ വെറുതെ നോക്കാൻ തന്നെ നല്ല രസമല്ലേ ഡ്രസ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി. ഈ വൈറ്റ് ചുരിദാർ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയതേ ഉള്ളൂ. പിന്നെ ഒരു ബ്ലൂ ചുരിദാർ ഉണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കളർ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ നമ്മൾ മാളിന് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നിറയെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടും നിന്നിട്ടും കുറേ റീൽസും ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവിടെ, നല്ല ഭംഗിയായിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത് മാളിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ. ഇവിടെയും പാർക്ക് പോലെയൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. ഇന്ന് വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ട്രാഫിക് ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് വേഗം ഇറങ്ങിയത്. പിന്നെ ഇന്ന് ബിഗ് ബോസ് തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഇറങ്ങിയത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.